പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ചെയ്യുന്ന വലിയ വലിയ നന്മകൾ, ഒരുപക്ഷെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്ത സൽപ്രവൃത്തികൾ പരലോകത്ത് വെറും പൊടിപടലങ്ങൾ പോലെ പാറി പറക്കുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ തിരുദൂതൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാരെ ഭയപ്പെടുത്തുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത വലിയൊരു ഉപമയുണ്ട്. അതാണ് തിഹാമയിലെ വെളുത്ത പർവ്വതങ്ങൾ. മക്കയ്ക്കും മദീനയ്ക്കും ഇടയിലുള്ള യാത്രകളിൽ കാണാൻ സാധിക്കുന്ന, ദൂരത്തു നിന്ന് നോക്കിയാൽ പോലും എടുത്തു വിളങ്ങുന്ന വെളുത്ത വലിയ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ മലനിരകളാണ് തിഹാമ പർവ്വതങ്ങൾ. തിഹാമ പർവ്വതങ്ങൾ വലിപ്പത്തിൻ്റെ പ്രതീകമാണ്. ഇമാം ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത പ്രശസ്തമായ ഒരു ഹദീസിൽ പ്രവാചകൻ പറയുന്നു, പരലോക ദിനത്തിൽ എൻ്റെ സമുദായത്തിലെ ചില ആളുകൾ വരും. അവരുടെ കൈകളിൽ ഈ തിഹാമ പർവ്വതത്തോളം പോന്ന വലിയ വലിയ വെളുത്ത നന്മകൾ ഉണ്ടായിരിക്കും. അവർ ജനങ്ങൾക്കിടയിൽ ജീവിച്ചപ്പോൾ ഒരുപാട് നമസ്കരിച്ചിട്ടുണ്ടാകാം, നോമ്പെടുത്തിട്ടുണ്ടാകാം, രാത്രികളിൽ തഹജ്ജുദ് നമസ്കരിച്ചിട്ടുണ്ടാകാം. മറ്റുള്ളവരുടെ കണ്ണിൽ അവർ വലിയ ഭക്തന്മാരായിരിക്കും. പക്ഷേ പ്രവാചകൻ പറയുന്നു, അള്ളാഹു ആ വലിയ നന്മകളെല്ലാം പാറിപ്പറക്കുന്ന പൊടിപടലങ്ങൾ പോലെയാക്കി മാറ്റിക്കളയും. അതായത് ആ പർവ്വത സമാനമായ പുണ്യങ്ങൾക്കൊന്നും പരലോകത്ത് യാതൊരു വിലയും ഉണ്ടായിരിക്കില്ല. ഇത് കേട്ട് ഭയന്നുപോയ സ്വഹാബിവര്യൻ സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, അവർ ആരാണെന്ന് ഞങ്ങൾക്ക് വിവരിച്ചു തരൂ. അറിയാതെ ഞങ്ങൾ അവരിൽ പെട്ടുപോകാതിരിക്കാനാണ്. അപ്പോൾ പ്രവാചകൻ നൽകിയ മറുപടി നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. അവർ നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ്. നിങ്ങളെപ്പോലെ രാത്രികളിൽ ആരാധന നടത്തുന്നവരുമാണ്. പക്ഷേ അവർ ആരും കാണാത്ത രഹസ്യ സാഹചര്യങ്ങളിൽ അള്ളാഹു വിലക്കിയ പാപങ്ങൾ ചെയ്യാൻ മടിയില്ലാത്തവരാണ്. അതെ പ്രിയപ്പെട്ടവരെ, 4 ചുവരുകൾക്കുള്ളിൽ മൊബൈൽ സ്ക്രീനുകൾക്ക് മുന്നിൽ ആരും കാണാനില്ലാത്ത ഏകാന്തതയിൽ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ നമ്മുടെ വലിയ നന്മകളെപ്പോലും ഇല്ലാതാക്കി കളയും. ആളുകൾക്ക് മുന്നിൽ നന്മകൾ കാണിക്കുന്നതിനൊപ്പം നമ്മുടെ ഏകാന്തതകളെയും അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട രീതിയിൽ ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കണം. പരലോകത്ത് നമ്മുടെ നന്മകൾ പാഴായി പോകാതിരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.